ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു യൂറോപ്യൻ ഡിഷാണ് നമ്മൾ ചെയ്യാൻ പോണത്. അത് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റിനോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു മീഡിയം സൈസ് 5 പൊട്ടറ്റോസ് നന്നായിട്ട് ബോയിൽ ചെയ്ത് നന്നായിട്ട് വേവുന്ന ടൈപ്പ് പൊട്ടറ്റോസ് ആയിരിക്കണം. അത് സ്മാഷ് ചെയ്തെടുക്കുക. സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് ഒരു ചപ്പാത്തിയുടെ മാവ് നമ്മൾ കുഴച്ചെടുക്കുന്ന ആ പരുവത്തിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ കോൺഫ്ലവർ പൊടി അതല്ലെങ്കിൽ മൈദപ്പൊടി ഇത് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ ചേർക്കുന്നത് നമ്മൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒലിവ് ഓയിൽ ചേർക്കുക. ഒലിവ് ഓയിൽ തികച്ചും ഓപ്ഷനിലാണ്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ എന്ത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, ടേസ്റ്റിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. അതിനുശേഷം ഇത് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കുക, കൈവച്ച് കുഴച്ചെടുക്കുക. ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുമ്പോൾ നമുക്ക് കുഴഞ്ഞ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അതിലോട്ട് നമ്മൾ കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സ്, അതായത് ഒറിഗാനോ അതല്ലെങ്കിൽ തൈംസ്, ഇത് ഏതെങ്കിലും ഒന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ, രണ്ടും വേണ്ട. ഏതെങ്കിലും ഒന്ന് നമുക്ക് യൂസ് ചെയ്യാം. അതിലോട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഒരു ചപ്പാത്തിക്ക് കുഴയ്ക്കണ ആ പരുവത്തിൽ നമുക്ക് കുഴഞ്ഞ് കിട്ടുക. നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതൊന്ന് പരത്തി നമ്മൾ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ടേബിൾ ടോപ്പിലോ അതല്ലെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡിലോ എന്തെങ്കിലും ഒന്ന് നമ്മൾ കുറച്ച് പൊടി വിതറിനതിന് ശേഷം അതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ ആക്കി ഉരുട്ടി ഒരു റോള് പോലെ നീളത്തിലാക്കിയതിന് ശേഷം അതിനെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വയ്ക്കുക. അത് നമ്മൾ ഒരു ചെറിയ ഡിസൈന് വേണ്ടിയിട്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് വിരലുകൊണ്ട് ഒന്ന് കുഴിച്ചു കൊടുക്കുക. ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ കട്ട് ചെയ്തിരിക്കുന്ന ഓരോന്ന് നമ്മൾ അതിലോട്ട് പറക്കി വെച്ച് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ അതിനെ ഒന്ന് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലപോലെ ഉള്ളുവശം വേവും വേണം കേട്ടോ. അതിനുശേഷം അതിലോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർത്തതിന് ശേഷം ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ആ ബട്ടറിലൊന്ന് കിടന്ന് അത് നന്നായിട്ട് വെന്ത് കിട്ടണം. അതിനുശേഷം ഇതിലേക്ക് ലെമൺ നമ്മളൊന്ന് ഇതുപോലെ ഒരു ബ്ലേഡ് എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ സ്കിന്ന് ഒന്ന് നമ്മൾ പീൽ ചെയ്ത് അതിലോട്ട് ചേർക്കുക. അതൊരു നല്ലൊരു അരോമ, അതിനൊരു പ്രത്യേക ടേസ്റ്റും അതിനൊരു പ്രത്യേക സ്മെല്ലും തരുന്നതാണ് നാരങ്ങ. അതിലോട്ട് കുറച്ചുകൂടെ തൈംസ് ചേർത്ത് കൊടുത്തു, കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുത്തു. അത് എല്ലാം നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ആവുന്നത് പോലെ നമ്മൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. കൈകൊണ്ട് നമ്മളതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് അതിനെ തിരിച്ച് ആക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. വളരെ ടേസ്റ്റാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. ഇത് നല്ലൊരു യൂറോപ്യൻ ഡിഷാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് നാരങ്ങ നീരും കൂടെ അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ചെറിയ പുളിയൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു റെസിപ്പി. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ.